ഹലോ. മതിലിൻ്റെ പുറത്തുള്ള ബാമ്പു ഗ്രാസ് പ്ലാന്റ് ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടോ. പറിക്കുന്ന വീഡിയോ കാണിക്കാത്ത കഴിഞ്ഞ വീഡിയോയിൽ പറിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഞാനത് മൊത്തത്തിൽ പറിച്ചെടുത്തതാണ്. വീട്ടിൻ്റെ അടുത്ത് മറ്റന്നാൾ വീട്ടു താമസമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അത് ചവിട്ടി കൂട്ടി പോകും. അതുകൊണ്ട് മുഴുവനായിട്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നട്ടു കൊടുത്താൽ 4 പോട്ടിലായിട്ടോ എനിക്കൊരു പ്ലാന്റ്. ഞാൻ പറയുന്നത് ഇതിന് പുൽച്ചെടി എന്നാണ്, ശരിക്കുള്ള പേര് ബാമ്പു ഗ്രാസ് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കരിയിലൊക്കെ പൊടിഞ്ഞിട്ടുള്ള പറമ്പിലെ മണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിലുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ കരിയിലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ളൊരു നല്ലൊരു മണ്ണാണ് കേട്ടോ ഇത്. ഇതിൽ എന്ത് നട്ടു കൊടുത്താലും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു മണ്ണാണ്. അപ്പോൾ അതിലാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. നമ്മുടെ ഹാർട്ട് ലീഫ് പ്ലാന്റ് വെച്ചിട്ടുള്ള പോട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഏത് പോട്ടായാലും പിന്നീട് പോട്ടൊന്നും കാണില്ല, നല്ല രീതിയിൽ വളരും. കണ്ടില്ല, അവിടെ ഇപ്പോൾ പോട്ടൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ നട്ടു കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ്. പ്രൂണിങ് ചെയ്താലാണ് കുറച്ചൊരു ഭംഗി ഉണ്ടാവുക കാണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടി നമുക്ക് ഒരുപാട് വെയിലുള്ള സ്ഥലത്തല്ല, കുറച്ച് വെളിച്ചം കിട്ടുന്നു, ചെറിയതായിട്ട് വെയിലുള്ള സ്ഥലത്ത് നമുക്ക് വെക്കാം കേട്ടോ. അതായിട്ട് ഓവറായിട്ട് വെയിലുള്ള സ്ഥലത്ത് വെക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചെടിയെ ഇപ്പോൾ പ്രൂണിങ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ചെടിയെ ഇവിടെ വെച്ചിട്ടെങ്കിൽ അവർക്ക് സങ്കടമാകും. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരെടുത്തേക്കാണ് ഞാൻ കൊണ്ടുവന്നിട്ടോ. അവിടേക്ക് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ കൊണ്ടുപോയി വെച്ചാലേ ഇവക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 എണ്ണം ഉണ്ട്, 3 പോട്ടിലുണ്ട്. ഇതടക്കപ്പം 4 എണ്ണാവും. അപ്പോൾ അവിടെ നിന്നൊരു പ്ലാന്റ് മാറ്റിയിട്ട് അവിടെ കണ്ടിട്ട് ഞാൻ അത് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ വെട്ടിക്കൊടുത്തൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും